ചങ്ങായിമാരെ പിന്നെ നമ്മൾ നാരായണ പെരുവണ്ണൻ്റെ വീട്ടിലെ ഉള്ളേ. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യം കൊടുത്ത ബഹുമതിക്ക് തുല്യമാവില്ല നമ്മൾ കൊടുത്ത ഒന്നും അതിൻ്റെ ഏഴായാലത്തെത്തൂല. പക്ഷെ എന്നാലും നമ്മളെ ചാനലിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എന്ന് എൻ്റെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ എത്തിക്കാൻ സഹായിച്ച നമ്മളെ സൈത്ത് മാഷും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഒരു പൊന്നാടണിയിച്ച് എൻ്റെ ഒരു ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനത് ചെയ്തോട്ടെ. പിന്നെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിപ്പം സ്കൂളിൽ നിന്നെല്ലാം പറയും, പിന്നെ എല്ലാവരോടും കുട്ടികളോടെല്ലാം ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമല്ലോ. ഇപ്പം എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ഒരാൾ എനിക്ക് കളക്ടർ ആവണം, എനിക്ക് പിന്നെ പോലീസ് ആവണം, എനിക്ക് മറ്റേതാവണം, ഇതാ ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായം. ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു ഡ്രൈവർ ആവണം എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ പോയിട്ട് നമ്മൾ ഡയറക്ടറോട് പറഞ്ഞു, നാരായണൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാവേണ്ട ആളാണെന്ന് പറയുന്നു. താഴെ ഇറങ്ങിയിട്ട് ഒരു വയലിലാണ് ഈ ഒരു പഴയ ഒരു ഇല്ലത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്, ഉദ്ഘാടനം നടക്കുന്നത്. വന്ന അവസാനം എല്ലാം കൂടെ ആയി ഇയാൾ വന്നു. അപ്പോൾ 4 വീലിലെ വണ്ടി മാത്രമേ താഴെ ഇറങ്ങൂലൂ. എൻ്റെ വണ്ടിക്ക് 4 വീലിലും. അതൊരു പരമഭാഗ്യർക്ക് മുഖ്യമന്ത്രിന്റെ ഡ്രൈവറായി ഞാൻ. തെയ്യത്തിനെ പറ്റിയുള്ള ഒരുപാട് വാചാലായി. അപ്പോൾ ഈ തെയ്യം നേരത്തെ പറഞ്ഞല്ലോ, ചിലത് രാവിലെ കെട്ടിക്കഴിഞ്ഞാൽ രാത്രി മുടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ശക്തിയും ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉപാസന എന്ന് പറയുന്ന സംഭവം. അതാണ് അതായത് ഇതിന് 2-3 തെയ്യം എന്ന് പറഞ്ഞാൽ അതായത് കലയല്ല എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാ തെയ്യത്തിനും ഓരോരോ മൂലമന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പണ്ട് ചെറുപ്പത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ കണ്ണാടി നോക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് മുടിയെല്ലാം വെച്ച് നീർക്കാനോ അല്ല എൻ്റെ ഭംഗിയുണ്ടോ എന്നെല്ലാം നോക്കാനോ എന്നുള്ളതല്ലേ നമുക്ക് അന്ന് അറിയില്ല. വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തരും, നീ നോക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതിൻ്റെ മറുപടി ഇപ്പം എനിക്ക് ഇതിൽ പറയാൻ കഴിയില്ല. അച്ഛൻ പറഞ്ഞ മറുപടി പറയാൻ കഴിയില്ല. പറഞ്ഞ് മനസ്സിലാക്കി തന്നു, മോനെ അതല്ല, നമ്മൾ എന്താണോ കെട്ടീന്, നമ്മളെ വേഷം എന്താന്ന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താന്ന്, അതിന്റെ പ്രതിബിംബമാണ് നമ്മൾ കണ്ണാടിയിൽ കാണുന്നു. അപ്പൊ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ അതായി മാറണം. അപ്പൊ ഈ കണ്ണാടി നോക്കിയാൽ ആ രൂപം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കെട്ടിയ വേഷം നമുക്കിപ്പോ നേരെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ രൂപം നമ്മൾ എന്താണോ ആവുന്നത്, അതായിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ആ പൂർണ്ണ രൂപം വന്നു. അപ്പോൾ നമ്മൾ അതായി മാറി. പിന്നെ അത് ദൈവമായി. പിന്നെ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞാൽ സ്വതവേ നമുക്ക് 3 വട്ടം 4 വട്ടം മൂത്രയിക്കാൻ പോട്ടെ. നമുക്ക് ഈ രാവിലെ മുതൽ കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ആ ചിന്തയാണ്. ഞാൻ 9 മണിക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 5:30 കഴിഞ്ഞ് തെയ്യം രാത്രി 9 മണിക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 9 മണിക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുച്ചോട്ട് പോയി ഇപ്പം ഉച്ചയ്ക്ക് 2 മണിക്കെല്ലാം ഇറങ്ങിയാൽ 1 മണിക്ക് ഇറങ്ങിയാൽ മുച്ചോട്ട് പോയി രാത്രി 1 മണിക്കെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ നമ്മൾ ആ ചിന്തയല്ലല്ലോ നമ്മൾ ഇതായി മാറിയില്ലേ, നമ്മൾ ദൈവമായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് കോലായി മാറിക്കഴിഞ്ഞു, മുത്തപ്പരായി, അല്ലെങ്കിൽ കതിറൂർ വീരനായി മാറി, അല്ല മറ്റുള്ള തെയ്യങ്ങളാണെങ്കിൽ അതുപോലെ എല്ലാ തെയ്യങ്ങളും ഓരോ തെയ്യങ്ങളും. ഇപ്പം മന്നപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കതിറൂർ വീരൻ കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം മദ്യം കഴിക്കാം. പക്ഷെ ഇത് അധികം കഴിക്കാൻ പറ്റുമോ? കഴിക്കാനും പറ്റൂല. അപ്പൊ ഇത് കഴിച്ചാൽ നമുക്ക് മറ്റേ ശ്രദ്ധ വരുക. പക്ഷെ നമ്മൾ കഴിക്കണ്ടേ, കഴിക്കുകയും വേണം. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ചിന്ത അതിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാണ്. മറ്റുള്ളവരുടെ അനുഭവം എന്താ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവം ഞാൻ അതിനെ ഉൾക്കൊണ്ട് ഞാൻ അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്തയില്ല. അതുപോലെ തന്നെ ഈ ഖരമായിട്ടുള്ള വസ്തുക്കൾ കഴിക്കൂല. പിന്നെ തെയ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു വസ്തു ഒരു ഭക്ഷണ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വെള്ളം അല്ലാണ്ട് ആളുനീരിന്റെ വെള്ളം, അല്ലെങ്കിൽ മദ്യത്തിന്റെ വെള്ളം കഴിക്കാൻ, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, അങ്ങനെ എന്തെങ്കിലും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യം ഈ പറഞ്ഞ പോലെ ഒരേ കുടിക്കൽ കുടിച്ചാല് പിന്നെ നമുക്ക് നമ്മുടെ സ്വയം ബോധം നഷ്ടപ്പെടൂലേ, സ്വയം ബോധം നഷ്ടപ്പെടും. അല്ല, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്താ നമ്മൾ കഴിക്കുന്ന സാധനം അതിന് നമ്മൾ അറിയണ്ടേ. ഈ കഴിക്കുന്ന സാധനത്തിന് നമ്മൾ അറിയണം, എന്നാൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആ കഴിച്ച ഉള്ളിലെത്തിയാൽ അതിന്റെ പ്രവൃത്തി എടുക്കും. ഇപ്പൊ മദ്യമായാൽ മദ്യം ഉള്ളിൽ പോയാൽ പിന്നെ അതിന്റെ പ്രവൃത്തി മദ്യം എടുക്കും. അപ്പോൾ നമ്മളല്ലാണ്ടായി പോകും. അതല്ലേ ചില പിന്നെ ഇത് അബോധാവസ്ഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടേതായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന ആ ഒരു ഇതിനെ പാകപ്പെടുത്തണം. ആ പാകപ്പെടുത്തിയാൽ മാത്രമേ നമുക്കത്
പുറത്തേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ മദ്യമായാലും അത് കഴിക്കുമ്പം അതിനനുസരിച്ചിട്ട് കഴിക്കണം. അത് കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിൽ ലഹരി വേണം. മുത്തവിലാസ കൂത്തുകാരനാണ്, മത്തവിലാസമാണ് മൂപ്പറ്. അപ്പോൾ അതുപോലെ മത്തവിലാസം നമ്മളായി പോയാലോ, നമ്മളാവാൻ പാടില്ലല്ലോ. മുത്തപ്പനല്ലേ മത്തവിലാസമാകുന്നത്, പക്ഷെ നമ്മളാവാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ആ ഉപാസനയിൽ അതിനെ നിലനിർത്തിയിട്ട് ആ ഉപാസന കൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും സമയങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. ഇപ്പം മറ്റുള്ളവരുടെ കാര്യം ഇപ്പോൾ എനിക്ക് പറയില്ല, അവരുടെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്നതും നമ്മുടെ അച്ഛൻ പഠിപ്പിച്ചു തന്നതും അങ്ങനെയുള്ള കാര്യം. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ മത്സ്യം കൂട്ടാൻ പാടില്ല, എനിക്കറിയാം വേണം കിട്ടുന്നതിന് മത്സ്യം കൂട്ടിയതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ ചിന്താഗതി അന്നുണ്ടായത് നമ്മൾ തെയ്യമാണ് കെട്ടാൻ പോകുന്നു, അപ്പം അത് നമ്മൾ കഴിക്കാൻ പാടില്ല. ആ ഒരു ഉപാസന അന്നേ ഞാൻ സ്വീകരിച്ചിട്ട് മനസ്സിൽ കയറ്റി വെച്ചു. അന്ന് ആ 4-ാം വയസ്സിൽ കയറ്റി വെച്ചതാണ് ഇപ്പം എൻ്റെ തലയിൽ വന്ന് ഈ ഏറ്റവും വലിയൊരു ഭാരം. പത്മശ്രീ എന്ന് പറയുന്ന ഈ ഭാരം എൻ്റെ തലയിൽ വന്നത് അങ്ങനെ അന്നേ അതിനെ നമ്മൾ മനസ്സിലേറ്റത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം ഞാൻ 8-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഈ തെയ്യത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളിപ്പം സ്കൂളിൽ നിന്നെല്ലാം പറയും, പിന്നെ എല്ലാവരുടെ കുട്ടികളോടെല്ലാം ചോദിക്കുമല്ലോ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമല്ലോ. ഇപ്പം എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ഒരാൾ എനിക്ക് കളക്ടർ ആവണം, എനിക്ക് പിന്നെ പോലീസ് ആവണം, എനിക്ക് മറ്റേതാവണം, ഇതാ ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായം. ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു ഡ്രൈവർ ആവണം എന്നാണ്. തെയ്യത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ട്, പക്ഷെ എനിക്കൊരു ഡ്രൈവർ ആവും. പക്ഷെ തെയ്യം എന്നിലുണ്ട്, തെയ്യം എന്നിൽ ഉള്ളതുകൊണ്ട് എനിക്കത് ആവുന്നതിന് ആഗ്രഹമില്ല. ഞാനത് ആവലപ്പോൾ അത് കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ അന്നല്ല എനിക്കത് ആവാൻ പറ്റുള്ളൂ. ഒരു ഡ്രൈവർ എന്ന് എനിക്ക് എപ്പോൾ ഡ്രൈവർ ആവാം, വണ്ടി ഓടിക്കാമല്ലോ എനിക്ക്. അപ്പോൾ എൻ്റെ ആഗ്രഹം അന്നൊരു ഡ്രൈവർ ആവണമെന്നായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യവശാൽ എനിക്കൊരു സർക്കാർ ജോലി കിട്ടി, ഡ്രൈവറായി ജോലി കിട്ടി. കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. ഞാൻ ഡ്രൈവറായിട്ട് 28 വർഷം ജോലി ചെയ്തു. 28 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പെൻഷൻ വാങ്ങിച്ചു. ഇപ്പൊ 13 വർഷമായി പെൻഷൻ വാങ്ങിയിട്ട് എന്നതിന് ശേഷം വീണ്ടും ഞാൻ തെയ്യത്തിലേക്ക് തന്നെ വന്നു. അന്നേരം തെയ്യത്തിലായിരുന്നു. ആ സമയത്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഞാൻ 5 കൊല്ലം ഇവിടുന്ന് മുങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഓഫീസിൽ പോകാണ്ട് 5 കൊല്ലം ഞാൻ ഒറ്റപ്പോക്ക് പോയിട്ടുണ്ട്. ഒന്നുമില്ല, ലീവ് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി എന്നെ ഓടിപ്പിടിച്ചു. അവിടെ ഒരു പിന്നെ ശ്യാം സുന്ദർ എന്ന് പറഞ്ഞൊരു പിന്നെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ അഞ്ചരക്കണ്ടിക്കാരനാണ്. അഞ്ചരക്കണ്ടിച്ചാൽ പിന്നെ നമ്മളെ ഈ അണ്ടർവർക്കാവിന്റെ അവകാശിയാണ്. അപ്പോൾ അയാൾ തെയ്യവുമായിട്ട് നല്ല ബന്ധുവിലാണ്. അപ്പൊ അങ്ങനെ എൻ്റെ ഫയൽ കണ്ടു ഇയാൾ. ഇങ്ങനെ ഒരു കക്ഷി ഓടാലോ ഇടാ, ഉടനെ അയാളെ പരിധി പിടിക്കണം. അങ്ങനെയാണ് വീണ്ടും എന്നെ തേടി പിടിച്ചു ഇവര്. പിടിച്ചിട്ട് പറഞ്ഞു മൂപ്പറ ഒന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, വെള്ളാനിക്കര എനിക്കൊന്ന് അഭിമുഖമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രജിസ്ട്രാർ പിന്നെ VC ഇവിടെ പിന്നെ ഡയറക്ടർ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചു. ഞാൻ നേരിട്ട് പോയപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇരുന്നു, എല്ലാവരും ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഒരു സംസ്കാര ജോലി കിട്ടാൻ വലിയ പണിയാണ്, നമുക്ക് നഷ്ടപ്പെടുത്താൻ പെട്ടെന്ന് കഴിയും, പക്ഷെ അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും എനക്കും ക്ഷേത്രമുണ്ട്, ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ചെറുജന്മാവകാശമുണ്ട്, നമുക്ക് അത് നമ്മൾ കൃത്യമായി നടത്തിയിരിക്കണം. പിന്നെ അത് സാമ്പത്തികത്തിൽ നോക്കിയിട്ടല്ല, നമ്മളത് ചെയ്തിരിക്കണം. പണ്ട് കാലത്ത് തന്നെ ചെറുജന്മാവകാശം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ചെറുജന്മാവകാശമാണ്. എൻ്റെ ഈ നാട്ടിൽ വേറെ തെയ്യം കഴിക്കിട്ട് എന്നോട് ചോദിക്കണം. അപ്പോൾ അതുപോലെ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ ഇതായിപ്പോയത് കൊണ്ടാണ് ഞാൻ എനിക്കങ്ങനെ പോകേണ്ടി വന്നത്. ഉടനെ പിന്നെ അടുത്ത സ്റ്റേഷൻ എവിടെയാൻ ചോദിച്ചു, ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്, പിന്നെയുള്ളത് പിലിക്കോട് പിന്നെ RARS ആണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ല, ഇവിടെ ഒരാൾ ബില്ലിംഗ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു പിലിക്കോട് പോയി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ഉടനെ അപ്പോയിൻമെന്റ് എഴുതി തന്ന് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. വീണ്ടും ഞാൻ അവിടുന്ന് പന്നിയൂരേക്ക് വന്നു. പന്നിയൂർ 11 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ ലീവ് എടുത്തിട്ടും പോയിട്ടും നിങ്ങൾ പോകുമ്പോൾ ഒരു കടലാസ് എഴുതി കൊടുത്തിട്ട് പോട്. ഇപ്പോൾ ലീവ് ലെറ്റർ കൊടുത്താൽ എന്താ, ലീവ് എന്തെല്ലാം ലീവുകളുടെ അനുവദിക്കുന്ന ലീവില്ലേ, അംഗീകരിച്ച ലീവില്ലേ. അപ്പോൾ അതൊക്കെ ലീവ് കൊടുക്കുക, ഇല്ലേ മെഡിക്കൽ ലീവ് കൊടുക്കാം, എന്തൊക്കെ ലീവ് കൊടുക്കാം. ലീവൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പം പെൻഷൻ വാങ്ങുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് സർക്കാരിന്റെ ഒരു ശമ്പളം പണിക്കാരിൽ ഒരു യോഗം. ഇതെല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല, എല്ലാവർക്കും കിട്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി തോന്നുന്ന സാധനം കൂടെ വീണ്ടും തിരിച്ചെല്ലിലേക്ക് വരുന്നു. 5 കൊല്ലം ഞാൻ ജോലിയിൽ ഒരു അഡ്രസ്സും ഇല്ല. 5 കൊല്ലത്തേക്ക് ഞാൻ ഒരു ഇതിൽ ആദ്യം കിട്ടിയത് നിലമ്പൂരായിരുന്നു. അവിടുന്ന് ഞാൻ 84 ജോലി കിട്ടി. 87 ഞാൻ അവിടെ മുങ്ങി. 87 മുങ്ങി. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് പന്നിയൂർ വന്ന്. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ ഇതുമായിട്ടുള്ള ബന്ധമില്ല ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ലീവ് നാരായണ ലീവാണ്. ഇപ്പോൾ നമ്മുടെ ലേബേഴ്സ് ആരും ഉണ്ടെങ്കിൽ അവരെ തൽക്കാലം എവിടെയും കൊണ്ടെങ്കിൽ എല്ലാം കൊണ്ടാക്കലും അടിക്കലും അങ്ങനെയെല്ലാം ആയിട്ടാണ്. ഒരു ഭയങ്കര അനുഭവങ്ങളാണ് എൻ്റെ ജോലിയിൽ.
ജോലിയിൽ എനിക്ക് ഒരു വലിയൊരു അനുഭവമുണ്ട്. അതായത് ഡ്രൈവർ ജോലിയിൽ ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂർ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് 2 ആൾക്കാർ വരുന്നുണ്ട്, പെണ്ണുങ്ങളാണ്. അപ്പോൾ ആർക്കും അറിയില്ല ഈ വരുന്ന ആളാരാന്ന് അറിയില്ല. അപ്പോൾ തൃശ്ശൂർ നിന്ന് എറണാകുളം പോണ്, കൊച്ചി എയർപോർട്ടിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, കോഴിക്കോടിനപ്പുറം തൃശ്ശൂരിനപ്പുറം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എല്ലാ വണ്ടികളും ഓരോ റൂട്ടിലല്ലേ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിലമ്പൂർ വണ്ടിയുണ്ട്, നിലമ്പൂർ ഡ്രൈവറാണ്, നമുക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം എനക്കും അറിയില്ല, ഈ പെരുന്നാളെ അറിയണ്ട്, ഞാൻ ഇതുവരെ കൊച്ചിയിൽ പോയിട്ടില്ല. അപ്പോൾ എന്നോട് കൂടെ വരാനൊരു പെണ്ണുങ്ങളാണ്. ഇയാൾ പ്രഗ്നൻ്റാണ്, ഞാൻ അറിയില്ല. അപ്പോൾ ഇവരെൻ്റെ കൂടെയുണ്ട്, സുഷമ എന്ന മറ്റേ പേര്. അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഇത്ര സമയത്തുള്ള അവിടെ എത്തണം, ഫ്ലൈറ്റ് വരുന്ന സമയത്തിൽ അവിടെ എത്തണം. എത്തിയിട്ടില്ലെങ്കിൽ അവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ നമ്മൾ എവിടെയാന്ന് പോകുന്നറിയില്ല, വണ്ടി മുമ്പിലാണ് കൊണ്ടുവരുത്തണം. യൂണിവേഴ്സിറ്റിന് വണ്ടി കണ്ടാൽ അവർ വരും, വന്ന് വണ്ടി കയറും, പിന്നെ അവരെ കുട്ടിക്ക് വരുന്നുണ്ട്. പക്ഷെ എനക്കും അറിയില്ല, അവർക്കും അറിയില്ല. അപ്പൊ നമ്മളിത് അവിടെ എത്തണ്ടേ, ഇത്ര ടൈമിന് 7:30 ഇടുന്ന് വിടുന്നു, അതാ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് 8:45 ഫ്ലൈറ്റ് എത്തുക. അപ്പൊ ഈ 7:30 ഇടുന്ന് വിടുന്നു, 7:30 വിട്ടാൽ ഞാൻ അവിടെ 8:30 അവിടെ എത്തണ്ടേ, എന്തെങ്കിലും അതിന്റെ ഇതിൽ എത്താൻ പറ്റൂലോ. ഞാൻ ഒപ്പമുള്ള ടീച്ചർ, എനക്കും ടീച്ചർ അത്ര പരിചയമില്ല. ടീച്ചറോട് നമ്മൾ ടീച്ചറെ മുറുക്കെ പിടിച്ചോന്ന് പറഞ്ഞു, സമയത്തിന് എത്തിക്കണ്ടേ. 8:45 ഞാൻ എയർപോർട്ടിലെത്തി. പക്ഷെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റാണ്, അത് നമ്മളറിയില്ല. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ അവർ വരുന്ന ആ പോർട്ടുഗോയിൽ അവിടെ വണ്ടി അവിടെ വെച്ച് ഞങ്ങൾ 2 ആളാടി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റ് വന്നപ്പോൾ അവർ 2 പെണ്ണുങ്ങളും വന്നു. ആര് നാരായണൻ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ, പിന്നെ വെള്ളാരിക്കര ശരി. അപ്പോൾ വണ്ടി കയറി. അപ്പോൾ പെണ്ണുങ്ങൾ പിന്നെ മറ്റേ അവർ പെണ്ണുങ്ങൾ സംസാരിച്ചു, പ്രൊഫസറാണ്. പെണ്ണുങ്ങൾ സംസാരിച്ച് എല്ലാവരും കൂടെ കയറിയിരുന്ന് വണ്ടി വിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ പോയിട്ട് നമ്മൾ ഡയറക്ടറോട് പറഞ്ഞു, നാരായണൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാവേണ്ട ആളാന്നൊരു സാറേന്നു, സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം, മുഖ്യമന്ത്രി ഡ്രൈവർ നമ്മളെങ്ങനെ ആവുക, നമുക്കാവാൻ പറ്റുമോ? പക്ഷെ ഞാൻ ആയി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മളെ പിന്നെ ഇവിടെ തലപ്പാടി എന്ന് പറഞ്ഞാൽ കാസർഗോഡിന്റെ ഏറ്റവും അറ്റത്ത് ഉപ്പള ഓർക്കാടി എന്ന സ്ഥലത്ത്, അതെ മംഗളപുരം, നമ്മളെ കാസർഗോഡിന്റെ ഏറ്റവും എൻഡില് അവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ഉദ്ഘാടനം. ആരാ ഉദ്ഘാടനം? മുഖ്യമന്ത്രി കരുണാകരൻ. അപ്പോൾ എല്ലാവരും പോയി, നമ്മളെക്കും ക്ഷണം കിട്ടി, നമ്മൾ പോയി. പുതിയ ഞാൻ ആദ്യം പണിയെടുത്തതും SC/ST ഒരു പ്രോജക്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ KVK കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആ പ്രോജക്റ്റിൽ നമ്മളിവിടെ ക്ഷണിച്ചു. അപ്പോൾ ഞാനും ഇവിടെ പോയി. അപ്പോൾ തലപ്പാടി പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ആയി. ഇപ്പോൾ തലേന്ന് ഇവർ മുഖ്യമന്ത്രി വരുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം വന്നു. പോലീസുകാരനെ വന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഈ താഴെ ഇറങ്ങിയിട്ട് ഒരു വയലിലാണ്, ഈ ഒരു പഴയ ഒരു ഇല്ലത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്, ഉദ്ഘാടനം നടക്കുന്നത്. വന്ന അവസാനം എല്ലാം കൂടെ ആയി, ഇയാൾ വന്നു. അപ്പോൾ 4 വീലിലെ വണ്ടി മാത്രമേ താഴെ ഇറങ്ങൂലൂ. എൻ്റെ വണ്ടിക്ക് 4 വീലില്ല. അതൊരു പരമഭാഗ്യല്ല എനിക്ക്. 1/2 മണിക്കൂർ മുഖ്യമന്ത്രിന്റെ ഡ്രൈവറായി ഞാൻ. അയാളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി ഉദ്ഘാടനം കഴിച്ചു. അതേ വണ്ടിയിൽ തിരിച്ച് മേലെ കൊണ്ടാക്കി ബെൻസ് കാറിൽ ഇയാൾ പോയി. അപ്പോ അങ്ങനെയും കൂടി ഒരു ഭാഗ്യം. മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ 1/2 മണിക്കൂർ. കാരണം ഞാൻ ഒരു സീറ്റിലാണ്, ജീപ്പിലല്ലേ. കുറെ ഫോട്ടോ ചോദിച്ചു, കുറച്ച് ഫോട്ടോ തരുന്നു 4 വീലിലോണ്ട്. അന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം. പിന്നെ അതെല്ലാം അന്നെല്ലാം ഓർമ്മയില്ലേ. പിന്നെ തീർച്ചയായിട്ടും നമുക്കതെല്ലാം ഇന്ന് അതെല്ലാം നമ്മൾ എപ്പം മറക്കാൻ പറ്റുന്ന അനുഭവമല്ലേ. അന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ആ ഒരു രംഗം. ശരി, മുഖ്യമന്ത്രി ഡ്രൈവർ, മുഖ്യമന്ത്രി ഡ്രൈവറായി. നമ്മൾ പണ്ടിങ്ങനെ നമ്മളെ ഒരു പ്രൊഫസർ പറഞ്ഞു, നാരായണൻ മുഖ്യമന്ത്രിന്റെ ഡ്രൈവറാണ്. അത്രയും ആ സ്പീഡിൽ അയാൾ വിട്ടു തന്ന അടുത്തേക്ക്. അതുകൊണ്ട് അയാൾക്ക് മുഖ്യമന്ത്രിന്റെ കാറിലല്ലേ നമ്മളെ വണ്ടിയിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, രണ്ടുപേരും സീറ്റിലല്ലേ ഇരിക്കുന്നു. ഇന്നത്തെ കാലത്ത് വലിയ വാർത്തയായിട്ടുണ്ടാവും അല്ലേ? അതായിപ്പോ ഇപ്പൊ രാഷ്ട്രപതിയുടെ അടുത്ത് പോവാനും നരേന്ദ്രമോദിന്റെ കൈപിടിക്കാനും ഉണ്ടായ ഒരു ഭാഗ്യം. അതുകൊണ്ട് ചില്ലറിയൊന്നല്ല. അത് നമ്മളൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയല്ലേ നമുക്ക് ജീവിതത്തില്. ഒരു ഭാരതത്തിന്റെ എന്താ പറയണ്ടേ, ആ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലേ നമ്മുടെ പേര്, ഭാരതത്തിന്റെ രേഖയില് അത് എഴുതി വെച്ചു. ചിലപ്പോ അടുത്ത് പഠിക്കാനുള്ള കുട്ടികൾ വരുമല്ലോ. ഒരുപാട് ഇപ്പൊ ചെന്നൈയിൽ നിന്ന് പിന്നെ ഇതിനിടയ്ക്ക് ഒരു 10-60 കുട്ടികൾ വന്നില്ല. അല്ല അങ്ങനെയല്ല, പഠിക്കാനുള്ള കുട്ടികളെ പുസ്തകത്തിൽ തീർച്ചയായിട്ടും വരും.
അത് മുമ്പേ കതിനൂർ പേരിൻ്റെ വന്നിനി. അപ്പൊ ഇനിയിപ്പോ പത്മശ്രീ EP നാരായണത്തിനുണ്ടാനെ പറ്റിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇത് വരുമല്ലോ. അതാണ് ഇതിൽ ചാനലിൽ അന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ലേ, ചാനലിൽ അന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ച അന്ന് തന്നെ. അതിലൊരു ഭാഗ്യം തന്നെ നമ്മളെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമായിട്ട് ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യമാണ്, പിന്നെ അങ്ങക്ക് സുരേഷ് ഗോപിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് എങ്ങനെയാണ് അതിന്റെ തുടക്കം? സുരേഷ് ഗോപിയായിട്ട് വന്നത് കളിയാട്ട സിനിമേന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കളിയാട്ട സിനിമയിൽ പിന്നെ തെയ്യത്തിന് നമ്മളെ കൈതപ്പുറം ദാമോദരനാണ് ഇതിന്റെ പിന്നെ നമ്മളെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ തെയ്യക്കാർ ആരൊക്കെയാണെന്നപ്പോൾ അങ്ങനെയല്ല നമ്മൾ തെയ്യക്കാരനെ വിളിച്ചപ്പോൾ നമ്മളെ പട്ടുവത്തിലെ ഒരു കണ്ണപ്പുരമുണ്ടായിരുന്നു, വയലപ്പുറം. അപ്പോൾ അയാളത് പിന്നെ നമ്മളെ ഏൽപ്പിക്കും തെയ്യം. അപ്പോൾ അതിലുള്ള ഏകദേശം തെയ്യങ്ങളൊക്കെ എൻ്റെ കറുപ്പിൽ തന്നെയാണ് ആ തെയ്യങ്ങളൊക്കെ കെട്ടിയത്. അപ്പോൾ അന്ന് സുരേഷ് ഗോപിനെ മുഖത്ത് എഴുതിയിട്ട് തെയ്യം കെട്ടിക്കൊടുത്തത് ഞാനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അതിനോടുകൂടെ ദേശീയ അവാർഡും കിട്ടി. അതൊരു വലിയ ഭാഗ്യമല്ലേ. ആ സിനിമയോടുകൂടെ ദേശീയ ഒരു പുരസ്കാരം മൂപ്പർക്ക് കിട്ടി. അപ്പോൾ നമുക്കതിനെ അഭിമാനിക്കാൻ നമുക്ക് അന്നേരം നമുക്കിനിയപ്പോൾ ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടുക എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് അന്നേരം മനസ്സിൽ തോന്നിയിരുന്നു. ഇപ്പൊ മൂപ്പർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്നെക്കാട്ടും ഉന്നതിയിൽ എത്തിയില്ലോ എന്ന് പറഞ്ഞു. അന്ന് പിന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാണ്, കൈ പിടിച്ചിട്ട് എന്നോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്നേക്കാൾ ഉന്നതിയിൽ എത്തിയല്ലോ എന്ന്. ഞാൻ അതെല്ലാം അവിടുത്തെ ഭാഗ്യമാണ്. നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടുമ്പോൾ നമുക്കും കിട്ടണമായിരുന്നു ഇത്. പക്ഷെ താമസിച്ചിട്ടായാലും അതിനേക്കാൾ വലിയ ബഹുമതിയിൽ ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്പം അതിന് നമുക്ക് ഇറക്കാൻ പറ്റാത്ത തന്നെ. അതിപ്പം ഇവിടെ വന്നാലും മൂപ്പർ ആ ഒരു കാര്യം ആ സ്നേഹം എപ്പോൾ കാണിക്കും. നമ്മളെ കണ്ടാൽ ഉടനെ നമ്മളെ വിളിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇനിയിപ്പം ഓളെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു, മൂപ്പറെ ബർത്ത്ഡേക്ക് ഞാൻ പോയിരുന്നു, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ കല്യാണത്തിന് ക്ഷണിച്ചു, കല്യാണത്തിന് പോയി, സൽക്കാരത്തിന് വീട്ടിലേക്ക് പോയി, തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെയൊക്കെ പോയി എല്ലാം വളരെ സന്തോഷമായിട്ട് വന്നു. അത് ആ കളിയാട്ട സിനിമയോടുള്ളൊരു ബന്ധം, അതിനോടുകൂടെ അതിൽ എല്ലാവരും ആ കതിനൂർ വീരനാണ് നമ്മളതിനകത്തെ നമ്മുടെ തെയ്യത്തിന്റെ ഇത് കതിനൂർ വീരനായിരുന്നു. പാലക്കാട് വെച്ചിട്ട് കാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ്. ആര്? ഞാൻ തെയ്യായിട്ടുണ്ടല്ലോ, ഇത് തെയ്യായിട്ടുണ്ട്. പിന്നെ മോത്തെഴുതുന്ന ഞാനാണ്, സുരേഷ് ഗോപിക്ക് മോത്തെഴുതുന്ന ഞാനാണ്. അപ്പൊ അതിൽ ആ പാട്ട് സീനിൽ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി, ഞാൻ ആ തെയ്യത്തിനെ ശരിക്കും തെയ്യായിട്ട് അത് അയാൾക്ക് അതിനാ എന്നോട് പറഞ്ഞു വെച്ചു, നമ്മൾ ഈ തെയ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? ഞാൻ രാവിലെ മുതൽ കെട്ടിയാൽ വൈകുന്നേരം നിങ്ങളെ നമസ്കരിച്ചിരുന്നു, ഗുരുനാഥനെ നമസ്കരിച്ചിരുന്നു. ഇപ്പം ഗുരുനാഥനെ വിളിക്കുമല്ലോ. ഞാൻ ആ പുസ്തക പ്രകാശന് പോയിട്ട് ഞാൻ ആദ്യം പിന്നെ മൂപ്പറെ ആദ്യം പത്മനാഭൻ ഉണ്ടായിരുന്നു, മൂപ്പറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പുസ്തക പ്രകാശനം ചെയ്തത് മൂപ്പറിന്റെ വരണം എന്നിട്ട് നിർബന്ധം പറഞ്ഞാണ് മൂപ്പറിന്റെ പറഞ്ഞത്. അപ്പൊ അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മള് സാധാരണ നമ്മൾ ആചാര മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാൽ ആരും നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കലാണ്. അപ്പൊ ഞാൻ കാല് പിടിക്കാൻ പോയപ്പോ കാല് പിടിക്കാൻ പാടില്ല, ഞാൻ ഗുരുനാഥന്റെ കാല പിടിക്കണമെന്നിട്ട് എന്റെ കാല പിടിച്ചു. അത് നമുക്ക് അത് അവരെ ആചാരം, അവരുടെ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയല്ലേ. അപ്പൊ നമ്മളത് ചെയ്തു കൊടുത്തു, നമുക്ക് അന്ന് ദേശീയ അവാർഡ് കിട്ടി. അതൊക്കെ അതിന്റെ പിന്നില് നമ്മൾ മാത്രമല്ലല്ലോ. അത് നമ്മളൊരാൾ വിചാരിച്ചാൽ നമുക്കിപ്പോ നമ്മളിപ്പോ തെയ്യം കിട്ടുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വെച്ച് തെയ്യം കിട്ടാൻ വയ്യ. ഒരുപാട് എന്റെ പിന്നിൽ എന്റെ സഹപ്രവർത്തകരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ പിന്നില്. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കൾ മാത്രമല്ല, അവർക്ക് തെയ്യത്തിന് തന്നെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. എന്നാൽ രംഗത്തേക്ക് ഇറക്കിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അസ്വാതന്ത്ര്യ പരിശ്രമമല്ലേ ഇത്. നമ്മൾ ആ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാം ഉറക്കൊഴിഞ്ഞിട്ടും വയറ് കാഞ്ഞിട്ടും മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ തെയ്യം കെട്ടിക്കഴിഞ്ഞാല് അവർ ഫ്രീ ആവുന്നില്ല. അത്ര പേര് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരല്ലേ. അപ്പോൾ അവർക്കും കൂടെ കിട്ടിയൊരു അംഗീകാരമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. കൽപ്പശ്രീ എന്ന് പറയുന്നത് അവർക്കും കൂടെ കിട്ടിയൊരു അംഗീകാരമാണ്. അത് നാരായണന് കിട്ടിയാൽ അവർക്ക് കിട്ടിയ പോലെയാണ് ഞാൻ കാണുന്നത്. നാട്ടിലെല്ലാവർക്കും നമ്മുടെ നാട്ടിലിപ്പം 2 പുരസ്കാരം ഒരേ മുനിസിപ്പാലിറ്റിയിൽ 2 പത്മശ്രീ കിട്ടിയത്. അത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത്. ഒരു കഥകളിയാണ് തെയ്യം, രണ്ടും 2 വ്യത്യസ്തമാണെങ്കിലും ഒരേ ഇതിൽ നിൽക്കുന്ന ഒരേ മുനിസിപ്പാലിറ്റിയിൽ 2 പേർക്ക് ഒന്നിച്ച് കിട്ടിയത് ചരിത്ര സംഭവമാണ്. പിന്നെ ഒന്ന് കാസർഗോഡ് ജില്ലയാണ്. 3 നമ്മളെ ഈ വടക്കേ മലബാറിൽ കിട്ടിയത്. അപ്പൊ നമ്മളെ ഈട കിട്ടിയത് 2 ഒരേ മുനിസിപ്പാലിറ്റിയിൽ, അതെ ഒരേ വിഷയത്തിൽ. അയാൾ മറ്റൊരു വേഷം കിട്ടുന്നു, ഞങ്ങൾ വേറൊരു വേഷം കിട്ടുന്നു. അപ്പൊ ആ ഒരു ഭാഗ്യം കൂടെ നമുക്ക് പത്മശ്രീയിൽ നിന്ന് ഉണ്ടായി ഒരു സംഭവം തന്നെയാണ്. സുരേഷ് ഗോപിയായിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചതും കാര്യങ്ങൾ പറഞ്ഞിടത്തിലും പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോ അടുത്ത് റീസെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വന്നു, അദ്ദേഹം ഇപ്പൊ MP ആണ്. സുരേഷ് ഗോപി സാർ എന്ന് പറയുന്നത്, സുരേഷ് ഗോപി സാറിനെ വിളിച്ചോ അല്ലെ ഇങ്ങോട്ടേക്ക്
ഒന്നാമത് തിരക്കായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ മൂപ്പർക്ക് പിന്നെ ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ടുണ്ടല്ലോ, സ്വീകരണങ്ങളും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാനൊരു മെസ്സേജ് അയച്ച് കണ്ടു. പിന്നെ ഇനിയിപ്പം പിന്നെ സത്യപ്രതിജ്ഞയല്ലേ, സത്യപ്രതിജ്ഞ നാളെ മറ്റന്നാളെ സത്യപ്രതിജ്ഞ. അപ്പൊ ഇനിയിപ്പോ ഡൽഹിക്ക് പോയി, ഇന്നലെ ഡൽഹിക്ക് പോയി ആണ്. അപ്പൊ ഇനിയിപ്പം പോയി വന്നാലേ നമുക്കൊന്ന് നേരിട്ട് പോയിട്ട് അനുമോദിക്കാനും അല്ലെങ്കിൽ ഇത് പറയാനും പറ്റൂലോ. അപ്പൊ എന്തായാലും നമുക്ക് മുമ്പേ പറഞ്ഞതിൽ ഒരു സ്വീകരണം അവിടെ തിരുവനന്തപുരത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജയരാജ് വിളിച്ചിന്, സിനിമാന്റെ സംവിധായകൻ ജയരാജ് വിളിച്ചിന്. പിന്നെ ഇപ്പം മറ്റേ രാധാകൃഷ്ണൻ മരിച്ചല്ല, മറ്റേ മട്ടന്നൂർ രാധാകൃഷ്ണൻ, അയാൾ മരിച്ചല്ല. അപ്പോൾ പിന്നെ അവര് നമുക്കൊരു സ്വീകരണം അവിടെ തിരുവനന്തപുരത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പോയി വന്നാലേ ഇനിയിപ്പോ ഒന്ന് ഫ്രീ ആവണ്ടേ, ഫ്രീ ആയാൽ മാത്രമേ നേരിട്ട് സംസാരിക്കാൻ പറ്റൂ. പിന്നെ നമ്മള് മെസ്സേജ് അയച്ചിപ്പം പിന്നെ ഇതെല്ലാം രാവിലെ മെസ്സേജ് അയക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. രാവിലെ ഇവിടെ ഗുഡ് മോർണിംഗ് അടിച്ചു. നാരായണ, ഈ കേരളത്തിലും നമ്മളെ കണ്ണൂർ ജില്ലയിലും അല്ലാണ്ട് പുറത്തും, കേരളത്തിന് പുറത്തും പിന്നെ ഇന്ത്യക്ക് പുറത്തും എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ തെയ്യം കെട്ടിയിട്ടുണ്ടോ, അല്ല മുത്തപ്പൻ കെട്ടിയിട്ടുണ്ടോ? മുത്തപ്പൻ തെയ്യം ഞാൻ ബോംബെയില്, പിന്നെ ഡൽഹിയില്, പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പം ഓരോ പരിപാടിയായിട്ട്. ഇപ്പം കൽക്കത്തയിൽ നമ്മളൊരു കേരളോത്സവത്തിന് പോയിരുന്നു കൽക്കത്തയിൽ. പിന്നെ ഡൽഹിയിൽ തന്നെ മുമ്പ് നമ്മൾ ഗുരുനാഥൻ്റെ കാലത്ത് അന്ന് അവിടെ പോയിട്ടൊരു പിന്നെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടായി അവിടെ ഒരു കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പം നമ്മളെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പിന്നെ കോയമ്പത്തൂർ, പിന്നെ ബോംബെയിൽ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് മുത്തപ്പൻ കെട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള തെയ്യങ്ങളും പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പം എല്ലാ തെയ്യങ്ങളും നമുക്ക് എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കാൻ പറ്റില്ല. ഈ തെയ്യങ്ങൾ അവതരിപ്പിക്കുന്ന ചിലപ്പോൾ കതുവനൂർ വീരൻ, അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പതികെട്ടി കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒരു മാക്കപ്പൊതിയാണെങ്കിൽ പതികെട്ടി കഴിക്കുക, ഒരു പുതിയ പൊതിയാണെങ്കിൽ പതികെട്ടി കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ തെയ്യങ്ങൾ കെട്ടാൻ പറ്റും. പക്ഷെ എല്ലാ തെയ്യങ്ങളും ഇപ്പം മുച്ചിലോട്ട് പോയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നമ്മൾ നേരെ പിന്നെ ഇപ്പം ദുബായിൽ പോയിട്ട് ഇപ്പം തെയ്യണം. നവംബറിൽ ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, ഒരു മാക്കപ്പോതിയുണ്ട്. അപ്പോൾ അത് എല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഏർപ്പാടായിട്ട് വന്നിട്ടുണ്ട്. നവംബർ 22-നാണ് പരിപാടി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മുത്തപ്പനുണ്ട്. മുത്തപ്പൻ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമുക്ക് രക്തേശ്വരി, പിന്നെ കുട്ടിച്ചാത്തൻ, ഒരു ഗുളികൻ, പിന്നെ അതിൻ്റെ പിറ്റേന്ന് മാക്കപ്പോതി. അതവിടെ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. അങ്ങനെ പുറത്തുള്ള മറ്റുള്ള ഇപ്പം തിരുവനന്തപുരത്തോളം അങ്ങോട്ടെല്ലാം പോയിട്ട് ജില്ല വിട്ടിട്ടും മുത്തപ്പൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കഴിച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ അങ്ങോട്ടൊന്നും പോയില്ല അല്ലേ? അമേരിക്കയിൽ പോകേണ്ട ഒരു ചാൻസ് ഉണ്ടല്ലേ, കിട്ടിയാൽ പോവാം, അത്രേ ഉള്ളൂ. നമ്മൾ ചാൻസ് ഇങ്ങനെ ഉണ്ട്. നമ്മളൊരു സുഹൃത്ത് അവിടെ ഉണ്ട്, അയാളെ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ടാകുമ്പോൾ ഞാനിങ്ങനെ എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവർ തറവാട്ടിൽ ഞാനൊരു തെയ്യം കഴിച്ചു കൊടുത്തിന്. അപ്പോൾ അന്നേരം പറഞ്ഞ് നമുക്ക് ഒന്ന് പോകണം. ഞാൻ പറഞ്ഞു ഏതായാലും അമേരിക്കയിലെല്ലാം നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടാവട്ടെ, ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഇത്രയും കാലം കൊണ്ടുവരുന്ന ദൈവങ്ങളുണ്ടല്ലോ നമ്മളെ കൂടെ. അവിടെ അവർ സഹായിക്കട്ടെ. നമ്മളെ എന്നിട്ടൊന്ന് അമേരിക്കയിലൊന്ന് കാണാനൊരു യോഗം ഉണ്ടാവട്ടെ. അതിലൊരു ഭാഗ്യം തന്നെയല്ലേ. അതെ അതെ. നേരത്തെ ഗുരുനാഥന്മാരെ പറ്റിയെല്ലാം പറഞ്ഞ്, അപ്പൊ ആദ്യത്തെ ഗുരു അച്ഛൻ തന്നെ ആദ്യത്തെ ഗുരു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ അഴീക്കോട് കൃഷ്ണപെരുമണ്ണ എന്ന് പറയുന്ന ഒരാള്, അവിടെ നിന്നാണ് കളരിയും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. മറ്റുള്ള തെയ്യത്തിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് മനസ്സിലാക്കിയതിന്. അതുപോലെ കതുവനൂർ വീരൻ്റെ ഗുരുനാഥനെ നമ്മൾ ചുഴലി ചിണ്ടപ്പേരോട് എന്ന് പറഞ്ഞ ആളാണ്. അവരും വളരെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ പോയി. ഇപ്പം ഞാൻ പഠിക്കലെന്ന് വെച്ചാൽ ഗുരുകുല സമ്പ്രദായമാണ്. നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നാടകം പഠിക്കാൻ അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഒരു കഥകളി പഠിക്കാൻ അതിന് കഥകളി ഇതുണ്ട്. ഒരു പാട്ട് പഠിക്കാൻ നൃത്തവിദ്യാലയങ്ങളും മറ്റുള്ള അതുപോലത്തെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരു തെയ്യം പഠിക്കാൻ അങ്ങനെ വിദ്യാലയമില്ല. അതൊന്നെങ്കിലും ഒരു ഗുരുനാഥൻ്റെ കൂടെ പോകണം. അല്ലെങ്കിൽ നമ്മളെ തെയ്യമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അണിയറകളിൽ പോയിട്ട് ഇപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ട് മാത്രമേ നമുക്കൊരു പിന്നെ തെയ്യത്തിനെ പറ്റി കൂടുതൽ കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക. അതൊക്കെ നമ്മുടെ ഈ തെയ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ. പിന്നെ അത് ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ആഗ്രഹത്തോടു കൂടെ അവർ വാങ്ങുക. അതാണ് നമ്മളെ ഗുരുകുല സമ്പ്രദായം തന്നെ. അത് പണ്ട് കാലത്ത് തെയ്യത്തിന് പ്രാധാന്യം അങ്ങനെ. അപ്പോൾ ഞാൻ അഴീക്കോടും പിന്നെ ചുഴലിയൊക്കെ പോയി അവിടെ നിന്നിട്ട് തന്നെ അവരെ കൂടെ അവരുടെ തെയ്യത്തിനും അവരുടെ പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ തെയ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗുരുനാഥൻ്റെ അടുത്തുള്ള സ്ഥിരമായ താമസം തന്നെയാണ്. അവിടെ താമസിച്ചിട്ടും പിന്നെ ഇടക്കാലം പകൽ വരും, രാത്രി അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ കളരിയിൽ വൈകുന്നേരം രാവിലെയും കളിക്കലാണ്. വടകരയില് തച്ചോളി മാണിക്കോത്ത് നമ്മളെ അവിടെ എന്നെ കൂട്ടിക്കൊണ്ട് ചെറുപ്പത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഒരു പിന്നെ തച്ചോളി ഉദയനും കൂടാണ്ട് ഒരു കുർപ്പാള തെയ്യമുണ്ട്. ചെറിയ കുർപ്പാള തെയ്യം എന്ന് പറയാം.
അപ്പോൾ അതാദ്യം എന്നെ കൊണ്ട് അതാ കെട്ടിച്ചിന്. അപ്പോൾ കെട്ടിച്ചതിന് ശേഷം തർക്കേടില്ലല്ലോ, ഓർക്കിടുമ്പോൾ കുറിപ്പാടെ കെട്ടിക്കിടമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തച്ചോളി ഗുരുനാഥൻ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് തച്ചോളി തന്നെ കൊണ്ട് കെട്ടിച്ച് കുറേ കാലം 10-12 കൊല്ലം അവിടെ തുടർച്ചയായിട്ട്. ഗുരുനാഥൻ അതിലെ പറഞ്ഞു മൂത്ത മോനായിട്ടാണ് എന്നെ അംഗീകരിച്ചത് അന്ന്. മൂത്ത മോനാന്ന് പറയും. ആ ആൾപ്പിച്ച് ഇതേതായി ഇഷ്ടപ്പെടാന്ന് ചോദിച്ചാൽ പറയും അതിന്റെ മൂത്ത മോനാന്ന് പറയും. അയാൾ കഴിയൊന്നും പറയില്ല. മറ്റേ 2 ആളുണ്ട്, അവർ 3 ആളുണ്ടെങ്കിലും മൂത്ത മോനാന്ന്. അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെ അന്നൊന്നും ഒരു തെയ്യം ഒരടയാളം വന്നു കഴിഞ്ഞാൽ അവിടെ എടോ പിന്നെ ആടെ തെയ്യം എന്താ ഇന്ന് നീ കഴിക്കുമല്ല, പിന്നെ ആരെ കൊണ്ടാക്കുന്നു, ഇല്ല പിന്നെ നീ തന്നെ കഴിക്ക്. അപ്പോൾ നമ്മൾ കയ്യിലാന്ന് പറഞ്ഞാല് പിന്നെ മറ്റുള്ള ആളെ കൊണ്ട് ആക്കൂലും. അത്രയും ഒരു ഗുരുശിഷ്യ ബന്ധം. ചില അയാളെ അനിയനുണ്ട് നാണിപ്പെടുന്നത്, അയാൾ ഇപ്പം മരിച്ചത്. അപ്പോൾ മൂപ്പർ പറയും ഈ കേരളത്തിൽ ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടെങ്കിൽ അത് എൻ്റെ ഏട്ടനും തലപ്പറമ്പിൽ നാരായണപ്പെരുമാനാണ്, ഒരു സംശയമില്ല പറയും. ചില അത്രയും ആത്മാർത്ഥ ബന്ധങ്ങളാണ്. പറഞ്ഞതിനപ്പുറം ഏട്ടാ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഉറതങ്ങിയിരിക്കും. അതേപോലെ ഇങ്ങോട്ട് പോലെ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നമ്മളില്ല. അങ്ങനെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം. അതാ പറഞ്ഞ് കേരളത്തിൽ ഒരു ഗുരുശിഷ്യനും ഉണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടനും നാരായണപ്പെരുമാനും അന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അത്രയും നമ്മളായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയാണ്. ആ വീട് നമ്മൾ വീട്ടിൽ പോലും നമുക്ക് അത്ര ബന്ധമില്ല. അത്രയും ബന്ധമാണ് നമ്മളെ ഗുരുനാഥന്റെ. രക്തബന്ധത്തിനേക്കാൾ ബന്ധമാണ്, ആത്മബന്ധം പോലെ. രക്തബന്ധത്തിന് അന്ന് ഇപ്പം രക്തബന്ധത്തിന് പ്രാധാന്യമില്ലാത്ത കാലഘട്ടമാണ്. പക്ഷെ എന്നാലും അന്ന് നമ്മൾ ആ ഒരു ആത്മബന്ധമാണ്. അതിനോടത്തോളം ബന്ധം വേറെ ഇല്ലല്ലോ. അത്രയും ഇതായിട്ട് എന്തുണ്ടെങ്കിലും ശിഷ്യൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയും. അങ്ങനെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു വന്നതാണ് ആ ഒരു ശിഷ്യനായിട്ട്. ഇപ്പം പിന്നെ മൊത്തത്തിൽ എത്ര തെയ്യങ്ങൾ അങ്ങ് കെട്ടുന്നുണ്ട്? തെയ്യങ്ങളൊന്നും കെട്ടാൻ അതൊന്നും പറയാനില്ല. എല്ലാ തെയ്യം നമ്മുടെ സമുദായത്തിലെ ഏറെക്കുറെ തെയ്യങ്ങളൊക്കെ ഞാൻ എല്ലാം കെട്ടി. എല്ലാ തെയ്യവും ഞാൻ കെട്ടുന്നുണ്ട്. എല്ലാ തെയ്യവും കെട്ടി. ഇപ്പം നമ്മളിപ്പം കെട്ടാതൊരു തെയ്യം എന്ന് വെച്ചാൽ ഒരു പെരുമ്പുഴി അച്ഛൻ എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. അത് ഞാൻ ഇതുവരെ കെട്ടിയില്ല. എന്ന് വെച്ചാൽ നമ്മളെ പാരമ്പര്യമായിട്ടില്ല. നമ്മളെ പാരമ്പര്യത്തില്ല, അച്ഛൻ്റെ സമ്പ്രദായത്തിൽ ആ തെയ്യം ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനോടുള്ള താല്പര്യമുണ്ട്. എന്നിട്ട് എനിക്ക് എത്രയോ അനവധി പിന്നെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കെട്ടാനില്ലേ. പക്ഷെ ഞാൻ അതിന് എന്താ വെച്ചാൽ എനിക്ക് അതിനായിട്ടുള്ള ഒരു ബന്ധം കുറവാണ്, ആ തെയ്യമായിട്ടുള്ള ഒരു ബന്ധം കുറവാണ്. പക്ഷെ നമ്മളെ അച്ഛനോ പാരണമോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് കാണാനല്ലോ. അച്ഛൻ കഴിച്ചത് വാലിയാണ്, അതാണ് ഞാൻ ചെറുപ്പത്തിലേ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ വാലി തെയ്യത്തിൽ തന്നെ എനിക്കറിയാം. ഇപ്പം അവര് ക്ഷേത്രക്കാർ പറയും പെരുന്നാളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വേറൊരു ബാലിയെ കാണാൻ കഴിയില്ല. അവരെന്നെ പറയണം, അവർ നമ്മളെ പെരുന്നാളിന്റെ ബാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഒരു ബാലി കണ്ടു. പക്ഷെ നമ്മളെ നാരായണപ്പെരുമാന്റെ ബാലി നമ്മൾ ക്ഷേത്രത്തിൽ കണ്ടാൽ പിന്നെ അവർ വേറെ പേടി പോകണ്ട. അത്ര വരെ എന്താണ് അയാളിലുള്ള നമ്മളിൽ കാണുന്ന എന്താ കാഴ്ചപ്പാട് നമുക്കറിയില്ല. നമുക്കത് ബാലിയാന്ന് എന്നുള്ളൊരു തോന്നലുണ്ട്. അവിടുത്തെ തന്ത്രി അടക്കം അന്ന് നമ്മൾ ആദരിക്കുന്ന സമയത്ത് പറഞ്ഞു, ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, സിറ്റി ചാനൽ സീൽ ചാനലിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടെ പോയി തെയ്യം കണ്ടാൽ തൃപ്തിയാവില്ല, നമ്മൾ കോട്ടത്ത് വന്നിട്ട് നാരായണപ്പെരുമാൻ കെട്ടിയാൽ നമുക്ക് ബാലിയാണ്. പക്ഷെ അത്ര നമ്മൾ അതിൻ്റെ ആ ഒരു എൻ്റെ അച്ഛൻ ബാലിനെ പ്രത്യക്ഷമായിട്ട് കണ്ട സ്ഥലമായിട്ടോ, ഈ കീഴാറ്റൂർ വെച്ച് കിട്ടുന്ന അച്ഛൻ ബാലിനെ പ്രത്യക്ഷമായിട്ട് കണ്ട സ്ഥലമാണ്. അതെന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്താ വെച്ചാൽ ആടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ പിന്നെ പരമ്പരാഗതമായിട്ട് ഇപ്പം അച്ഛൻ്റെ ഏട്ടൻ എല്ലാവരും ആടുന്ന കിരീടം വെച്ച്, ഏട്ടന്മാരെല്ലാം കിരീടം വെച്ചായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് വെക്കുന്നത് ഞാനാണ്. 13ാമത്തെ വയസ്സിൽ അച്ഛൻ ആദ്യം ഒരു വെള്ളാട്ടം കഴിച്ചു. എന്നതിന് ശേഷം മോനെ കൊണ്ടൊരു തെയ്യം കഴിപ്പിക്കണം. അപ്പോൾ ആടെ 2 ദിവസം തെയ്യമുണ്ട്, 2 ദിവസം ബാലിയാണ്. അപ്പോൾ ഒരു ദിവസത്തേത് ആദ്യത്തെ ദിവസം എന്നെ കൊണ്ട് കഴിപ്പിക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ബാലി കഴിക്കും. എന്നതിന് ശേഷം പിറ്റേന്ന് ഏട്ടൻ കഴിക്കും. പക്ഷെ പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഏട്ടൻ കഴിച്ചില്ല. പിന്നെ അത് തുടർച്ചയായിട്ട് ഞാൻ തന്നെ 2 ദിവസം കഴിക്കും, തലേന്ന് പിറ്റേന്ന് കഴിക്കും. 2 ദിവസം തുടർച്ചയായിട്ട് ബാലി കഴിക്കും. അപ്പോൾ അവർ പെരുന്നാളിനെ കഴിച്ചാൽ മതി 2 പറയും. അങ്ങനെ കഴിക്കുന്നൊരു സ്ഥലമാണ് കീഴാറ്റൂർ. അതുകൊണ്ടാണ് പറഞ്ഞത് 50 വർഷം തുടർച്ചയായിട്ട് അവിടെ ബാലി കഴിക്കാനുള്ളൊരു ഭാഗ്യം. അതൊരു ഭയങ്കര സംഭവമാണ്. ഒരേ ക്ഷേത്രത്തിൽ 50 വർഷം ബാലി കഴിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ അവർ പറയും പെരുവണ്ണാൻ നമ്മളോട് കോള് വരെ പറയില്ല. നമുക്ക് അവർ തരുന്ന ഏറ്റവും ഇപ്പം പറയില്ല, ഇപ്പം പറയില്ല. ഇന്നും എല്ലാവരും പറയും നിങ്ങൾ ഏത് ക്ഷേത്രം, ഞാൻ തെയ്യങ്ങളുടെ ഏത് ക്ഷേത്രത്തിൽ ചോദിച്ചാലും പറയും പിന്നെ കോള് വെച്ചവിടെ മടിയിൽ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ എണ്ണി വെക്കും കൂടിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് എണ്ണീറ്റ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുക. പക്ഷെ അവർക്ക് ചിലയൊക്കെ പോണ്ട കൂട്ടർക്ക് അവിടെ തന്നെ കൊടുക്കും, എൻ്റെ കൈ മുന്നിൽ കൊടുക്കും പൈസ. പക്ഷെ എന്നാലും ഞാൻ ഈ പൈസ എണ്ണി വെക്കൂല. ഇവിടെ വന്നിട്ട് സന്നിധാനത്ത് അവിടെ വെച്ചിട്ട് അച്ഛനെ തോന്നിട്ട് മാത്രമേ ഞാൻ ആ പൈസ എണ്ണീറ്റ് എല്ലാവർക്കും കൊടുക്കൂ. അത് കീഴാറ്റൂർ ഇന്നും നടക്കുന്നൊരു സംഭവമാണ്. അവരിപ്പം പറയും പെരുന്നാളിന് ഇവിടെ ഇന്ന് വരെ കോള് പറഞ്ഞു 2 ദിവസം തെയ്യം കഴിച്ചിട്ട് ഞാനാണ് കോള് പറയില്ല. മോൻ അവിടെ ആടെ കോള് പറയണ്ട, അച്ഛൻ പറഞ്ഞു ആടെ മാത്രം കോള് പറയണ്ട, ബാക്കിയിൽ പുറത്തെല്ലാം പോകുമ്പോൾ നീ പൈസ പറഞ്ഞിട്ട് കഴിച്ചോ, പക്ഷെ ആടെ പോകുമ്പോൾ നീ കോള് പറയണ്ട
അത് ആടുന്ന് ദൈവം തരുന്നു എനിക്ക്. ആ വൃക്ഷത്തിന്റെ മഹത്വം ഇപ്പൊ കാണുന്നു ഞാൻ. അതല്ലാതെ ഇപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം അതാണ്. ഞാൻ അന്ന് ആ അച്ഛനെയും കാരണവന്മാരെല്ലാം നമ്മുടെ മനസ്സിലേറ്റിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എണീച്ച് വരുമ്പോൾ കാണേണ്ടത് അവരെ വേണ്ടിയിട്ട് ആ 3 ഫോട്ടോ അവിടെ വെച്ചിന്. പിന്നെ പൊങ്ങൾ വെച്ചു. അപ്പോൾ പിന്നെ ആ പൊങ്ങളെ ഫോട്ടോ കൂടെ അതിൻ്റെ വലത്തുവത്താണ് വെച്ചു. അച്ഛനും അമ്മ ഗുരുനാഥൻ അല്ലെ, മാതാപിതാ ഗുരു എന്നല്ലേ പറയുന്നത്. അത് 3നെയും ഞാനവിടെ സൂക്ഷിച്ചത്. ഞാൻ എണീച്ച് വരുമ്പോൾ എനിക്ക് അവരെ കണ്ടിട്ട് മാത്രമേ ഞാൻ വാതിൽ ഓർക്കുള്ളൂ. അത്ര ഒരു വിശ്വാസമാണ് നമ്മുടെ ആ ഒരു പൂർവികമായിട്ടില്ലേ. അതാണ് നമ്മളെ ആചാരങ്ങൾ. ആചാരവും അനുഷ്ഠാനവും രണ്ടും രണ്ടല്ലേ. ആചാരങ്ങൾ വേറെ, അനുഷ്ഠാനങ്ങൾ വേറെയാണ്. അനുഷ്ഠാനം നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്, ആചാരം നമ്മൾ പാലിക്കേണ്ടതാണ്. രണ്ടും രണ്ടാണ്. ഒരു നാണയത്തിൻ്റെ 2 അപ്പുറം ഇപ്പുറമാണ്. അതാണ് നമ്മുടെ ആചാരത്തിൽ. അതുപോലെ തന്നെ പിന്നെ തെയ്യം കെട്ടാൻ ഇപ്പൊ 64 വർഷത്തോളം ആയി ഏകദേശല്ലേ തെയ്യം കെട്ടാൻ തുടങ്ങിയിട്ട്? തെയ്യത്തിന്റെ ഫീൽഡിൽ 64 വർഷം. അപ്പോ എന്തായാലും സന്തോഷകരമായ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ തെയ്യം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? അനുഭവങ്ങൾ എന്തെങ്കിലും? അല്ല, അത് ഇതെല്ലാം തന്നെ ഇത്രയും വലിയ ക്ഷേത്രത്തിൽ 50 കൊല്ലം തുടർച്ചയായി വാലിയൊക്കെ പറയും. അതൊരു ഭാഗ്യത്തില്ല. സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു വഴിക്ക് നിൽക്കില്ല. അതായത് ഇന്ന് വരെ എനിക്കൊരു ക്ഷേത്രത്തിൽ ഒരു ബാലാമിയോ പോലിയോ വന്നിട്ട് തെയ്യം മാറ്റിക്കൊണ്ട ഒരവസ്ഥ ഇതുവരെ ഉണ്ടായില്ല. അതൊരു ഭാഗ്യം. അത് നമ്മളെ ഏറ്റവും നമുക്ക് പറയാം. ഞാൻ എല്ലാവരോടും ഏതോ സ്റ്റേജിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒന്ന്, ഒരു ബാലാമ അല്ലെങ്കിൽ ഒരു പൊല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഞനക്ക് എന്തെങ്കിലും വേറെ ഇതായിട്ട് ഞാൻ ചിലപ്പോൾ നീ കഴിക്കുന്ന പറയുന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് ഞാൻ ക്ഷേത്രം മുടക്കേണ്ടി വന്നിട്ടില്ല. തെയ്യം കെട്ടിയ സമയത്ത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശം അനുഭവം പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വഴിക്ക് നിൽക്കില്ല. നമ്മളതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും നാറപ്രധാനത്തിന് ഇക്കൊല്ലം കണ്ടാൽ പറയും കഴിഞ്ഞൊരുത്തരൊക്കെ ഇക്കൊല്ലാന്ന് തോന്നല്ലേന്ന് പറയും. അത് ഓരോ കൊല്ലം കഴിഞ്ഞ് ഞാൻ ചെറുപ്പമായിട്ട് വരുമെന്ന് അങ്ങനെ പറയുന്ന അനുഭവങ്ങളല്ലാണ്ട് എന്തെന്ന് പറയാനോ മറ്റോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയുള്ള ഒരു അനുഭവം ഇന്ന് വരെ നമുക്കുണ്ടായിട്ടില്ല. പിന്നെ ഈ കെട്ടിയെടുത്തോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ തുടർച്ചയായിട്ട് കെട്ടിയിട്ടായിരുന്നു. പിന്നെ കുറേ കാലം കേട്ടാൽ പിന്നെ ഒന്ന് കഴിച്ചിട്ട് ആ പാട്ട് പായാലും പാട്ട് നമുക്ക് വേറെ ആക്കാതെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിക്കുന്നിടത്തോളം ഇപ്പം തുടർച്ചയായിട്ട് മുച്ചിട്ട് അവർ പിന്നെ കുറേ നാൾക്ക് പിന്നെ എന്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ മാറിപ്പോകുന്നല്ലാണ്ട് മറ്റ് നമ്മളാൽ നിന്ന് ഒരു മോശം കൊണ്ട് ഇതുവരെ ഒരു ക്ഷേത്രത്തിൽ നമ്മളെ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ കയ്യിലും കൂടെ എന്ന് പറഞ്ഞാൽ മതി, നമ്മളെ ആളുകൾക്കോളും. അപ്പോൾ അങ്ങനെ അല്ലാതെ കൊണ്ട് ഇന്ന് വരെ നമ്മൾ ഞങ്ങൾക്ക് കയ്യില എന്ന് പറയേണ്ട ഒരു അവസ്ഥ വെച്ചാൽ ഇപ്പം നമ്മളെ കക്കോത്ത് ആടെ വെച്ചാൽ അത്രയും വലിയ ഒരു ഭാരപ്പെട്ട മുടി എടുക്കുന്നുണ്ട്. അത് എൻ്റെ തറവാട്ട് എൻ്റെ മാമ്പക്കല്ലാടിക്ക് മാത്രമേ ഇത് കെട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് യാദൃശ്യമായിട്ടാണ് എത്തുന്നത്. അവര് പിന്നെ മുമ്പേ കിട്ടുന്ന കാരണവന്മാർ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്നെ തേടി വരുന്നവർ ഇവിടത്തേക്ക് ഇങ്ങനെ പാരമ്പര്യത്തിൽ ഇങ്ങനെ തലപ്പുറമ്പിൽ ഒരാളുണ്ട് പ്രശ്നത്തിൽ കണ്ടിട്ട് ഇവിടത്തേക്ക് വരുമെന്ന്. ഞാൻ ഇവിടെ ക്ഷേത്രം പോലും കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഒരു അമ്മേനെ തറവാടാന്ന് പോലും നമ്മളെ അങ്ങോട്ട് അമ്മമ്മേനെ ഇവിടെ കൊണ്ടുവന്നെയാണ്. അപ്പോൾ അമ്മ ഇവിടെയായി. അപ്പോൾ അമ്മ പറയുന്ന കേട്ടില്ല ഇങ്ങനെ അഞ്ചര കണ്ടി കക്കോത്ത് വലിയപടി മറ്റേ ഇതെല്ലാം പറയുന്ന കേട്ടല്ലാണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് യാദൃശ്യമായിട്ടൊരു കാരണം നമ്മളെ 2-3 കാരണന്മാർ അവിടുന്ന് എന്നെ തേടിയിട്ട് അടുത്തേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് പറഞ്ഞു നീ അവിടെ വന്ന് മുടി വെക്കണം. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇത്രയും വലിയ മുടി നിർത്തിയിട്ട് ഇതൊന്നും നടക്കാനൊന്നും പിന്നെ പറ്റൂല, പിന്നെ 5-6 ദിവസം അവിടെ നിൽക്കണം, അതൊന്നും പിന്നെ അവർക്ക് പറ്റൂല, എനിക്ക് നാട്ടിലെ അടിയൊന്നുമില്ല, അതിനെ കഴിക്കേണ്ടത്. അത് പറ്റൂല, നിന്നെ അവിടെ രാശിയിൽ കണ്ടിട്ടാണ് അതുകൊണ്ട് നീ എന്നെ കഴിക്കണം. 17 കൊല്ലം തുടർച്ചയായിട്ട് കഴിച്ചു. പിന്നെ ശാരീരികമായിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് അവിടുത്തെ ഒരു വല്ലാതെ പ്രത്യേകത അത് ആ കക്കോത്തെ പറഞ്ഞാൽ പറഞ്ഞെടുക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. ഒരു കഴുകിനെ കൊണ്ട് കെട്ടുന്ന മുടിയല്ലേ, ഒരു കഴുങ്ങിലാണ്, പച്ച കഴുങ്ങിൽ കെട്ടുന്ന മുടിയാണ്. സംക്രമത്തിന് മുറിച്ചാൽ 16-17 തെയ്യം വരുക. വെള്ളിയാഴ്ച പിന്നെ ഇത് കളിയാട്ടം കുറിക്കും, അടുത്ത വെള്ളിയാഴ്ച അടയാളം കൊടുക്കല്, അതിന്റെ അടുത്ത വെള്ളിയാഴ്ച കാവ് കയറല്, അങ്ങനെയൊക്കെ അതിന്റെ ചടങ്ങാണ്. അതിനെല്ലാം പച്ചാപ്പകൽ ചൂട്ടിയും കിട്ടിയിട്ട് പോകുന്ന സ്ഥലം ഉണ്ടാവും. ഈ ഇതിന്റെ പ്രത്യേകതയാണ്. അന്നത്തെ കാലത്ത് നേരം വൈകിപ്പോയി അപ്പോൾ കല്ലാടി ഒരു ചൂട്ട വേണമെന്ന് പറഞ്ഞു, ചൂട്ട വെട്ടി കൊടുത്തു. പിറ്റേത്തെ കൊല്ലം അതേപോലെ ചൂട്ട മേടിച്ചിട്ട് വരണം. ഇക്കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു അടുത്ത കൊല്ലം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തെയ്യത്തിൽ പോയി ഞാൻ വലിയ മുടി വെക്കുന്ന തെയ്യക്കാരൻ തന്നെ കക്കോത്ത് മുടി വെക്കുന്ന മാമ്പി കല്ലാടി എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം തരില്ല ആ നാട്ടിൽ നിന്ന്. എന്താ പറഞ്ഞാൽ അവർ പിറ്റത്തെ കൊല്ലം കൊടുത്തോളും. ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് പിറ്റത്തെ കൊല്ലം കൊടുത്തോളം. അപ്പൊ അതുകൊണ്ട് ആരും ഒന്നും മാമ്പക്കല്ലാടിയാ അതാ ആടുന്ന് എടുത്തോന്ന് പറയും. അടുത്തൊരു പ്രത്യേകതയാണ്. അത് പിന്നെ അവർക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ കേരളത്തില് കറുത്ത മുടിയുള്ള കറുത്ത മുഖമുള്ള പിന്നെ തമ്പുരാട്ടി ആടെ മാത്രമേ ഞാൻ കണ്ടിട്ടില്ല. വേറെ എവിടെയും ഞാൻ അങ്ങനെ ആ മുഖമില്ല വേറെ എവിടെയും കണ്ടിട്ടില്ല. കറുത്ത മുഖം അവിടെ മാത്രമേ. പിന്നെ അവിടെ എന്തോ ഒരാൾ പറയുന്ന കേട്ടാ, എനിക്ക് അറിയില്ല അതിനെ പറ്റിട്ട് ചോദിക്കാൻ പറ്റുന്നതല്ല. അവിടെ എന്തോ കേൾപ്പിക്കലാന്ന് ഇങ്ങനെ ഭയങ്കര സത്യദോഷല്ലേ. സത്യദോഷം എന്ന് പറഞ്ഞാല് പിന്നെ അവിടുത്തെ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ കക്കോത്ത് കേൾപ്പിക്കുന്ന പറഞ്ഞാൽ മതി. അപ്പാടെ അവിടെ കൊണ്ടുപോവാണ് സാധനം.
ഭയങ്കര സംഭവമല്ലാടാ. അതിനായി കുറുമക്ക കൊടുക്കാന്നൊരു ചടങ്ങുണ്ട് വയ്യ, ആറാടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അവര് കുറുമക്കളെ വിളിച്ച് പറയുന്നത്. നമ്മൾ തൊണ്ടച്ചിന്റെ പിന്നെ വേട്ട കഴിക്കുമ്പോൾ പറയുന്നത് ഭൂതഭടന്മാരെ അയപ്പിക്കുന്നത് ആ ഒരു സമ്പ്രദായമില്ലേ, അതുപോലെ ഇതിന് ഈ കുറുമക്കളെ അയപ്പിക്കൽ എന്നൊരു സമ്പ്രദായമുണ്ട്. അവിടെയാണ് സത്യദോഷങ്ങളിൽ കേൾപ്പിക്കുക. ഓരൻ്റെ ഇത് കെട്ടു, അവൻ്റെ പിന്നെ പൈസ കൊണ്ടിട്ട് തരുന്നില്ല, അതെല്ലാം പറയും. ആടെ വന്ന് കേൾപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ആകുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കും. ആടെ ഭയങ്കര പേടിയാണ്. ഈ രൂപം എന്ന് വെച്ചാൽ അങ്ങനെ അതിന്റെ മുഖം കണ്ടില്ലേ, ആ കറുത്ത മുഖം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ നല്ല മഞ്ഞൾ നൂറും തൊട്ടവരെ അതാണ് കസ്തൂരി മഞ്ഞളല്ലേ. കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കില്ലാണ്, അവരെ ഉണ്ടാക്കി പൊടിച്ചിട്ട് അവിടെ തയ്യാറാക്കി വെക്കുന്നത്. ആ കസ്തൂരി മഞ്ഞളെ അവിടെ ഉപയോഗിക്കില്ല. മറ്റുള്ള നമ്മളെ സാധാരണ മഞ്ഞൾ. അതെയാ, ഞാൻ 17 വർഷം തുടർച്ചയായിട്ട് ഞാൻ തന്നെ അവിടെ. അന്ന് ആരും മുടി പിടിക്കില്ല, ഞാൻ ഒറ്റ തന്നെ എടുക്കില്ല. അതല്ല എന്റെ വലിയ സത്യം. ഇപ്പം എല്ലാവരും താങ്ങി പിടിച്ചിട്ടല്ലേ. ഞാൻ കിടക്കുന്ന കാലത്ത് ആദ്യത്തെ കൊല്ലം നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ആദ്യത്തെ കൊല്ലം പിന്നെ അവിടെ തോറ്റോ പാട്ടോ ഒന്നുമില്ല. അതായത് നമ്മള് തറവാട്ടിലുള്ള ഒരാള് അന്ന് പൊട്ടനായിരുന്നു. അപ്പൊ ഈ തെയ്യം കഴിക്കുമെന്ന് ചോദിച്ചപ്പോ കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെയാന്ന് പോലും ഈ മാമ്പക്കല്ലാടിക്ക് ഇത് കിട്ടിയത്. അപ്പൊ അന്ന് ഇയാള് ഒന്ന് ഇങ്ങനെ ഒന്നുമില്ല, തോറ്റൊന്നും ചെല്ലുന്നില്ല. ഇപ്പം ഒന്നും തോറ്റൊന്നും ചെല്ലണ്ട, വരവിളിക്കണം മാത്രം. ഭഗവതിന്റെ കല്യാണം. ഇതായത് പാർവതിയാന്ന് കൊട്ടിയൂര്. കറുത്തതല്ലേ, കരിഞ്ഞു പോയ സാധനല്ലേ, അതല്ലേ കറുപ്പ്, മുഖം കറുത്തതിന്. കൊട്ടിയൂരിന്ന് അവര് നെയ്യും ദീപവും തിരിയും കൊണ്ടുവരണം ഇടാ. ഈ പിന്നെ മുടി കൈക്കണ്ടിക്കല് ഇവര് കൊട്ടിയൂര് പോയിട്ട് അവിടെ പൊന്നും നെയ്യും നിറച്ച് അവിടെ സമർപ്പിച്ചിട്ട് വന്നാൽ മുടി കൈക്കൂല. ആടെ ഉണ്ടാവും മുടി ഇപ്പോ, അത് അറക്കൂല, അങ്ങനെ വെക്കുവാണ്. ഈ കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയിട്ടാകുമ്പോൾ ഇവര് ഇവര് പോകണം. എംബ്രാനും ആളും പോയിട്ട് അവിടെ പോയിട്ട് നെയ്യും പൊന്നും അവിടെ കൊടുത്ത് സമർപ്പിച്ചിട്ട് വന്നാൽ മാത്രമേ ഈ മുടി അറുത്ത് വെക്കൂലൂ. അതിന്റെ കോലെല്ലാം അറുത്തിട്ട് ഓരോ കോല അവിടെ സൂക്ഷിക്കും. ഓരോ കൊല്ലത്തേക്ക് അളവിന് വേണ്ടിയിട്ട്, ഒരു കൊല്ലത്തേക്ക് വേണ്ടുന്ന അടുത്ത കൊല്ലത്തേക്ക് വേണ്ടുന്ന ഒരളവിന് ഒരു കോലി എല്ലായിട്ട് ഒരു കോലാട് സൂക്ഷിച്ചു വെക്കും. അടുത്ത കൊല്ലം അളവ് തെറ്റിപ്പോണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങിന്റെ പച്ചക്കിഴങ്ങ് മുറിച്ചിട്ട് കെട്ടുന്ന മുടിയാണ്, അതെടുത്ത് നടന്നത് നമ്മളാണ്. ആദ്യത്തെ കൊല്ലം തന്നെ നമുക്കൊന്നും അറിയില്ല. ഇത് തോറ്റാലം കഴിഞ്ഞ് മുടിയെല്ലാം അന്നൊന്നും ഇത്രയൊന്നും ഇതൊന്നും ആയിട്ടാടാ. ഇപ്പൊ നിങ്ങൾ കണ്ട ഒന്നും ഇല്ലാടാ. അന്നാ ക്ഷേത്രം മാത്രം വിളക്ക് എന്ന് പറഞ്ഞാല് ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അന്ന്. വെറും ആട് തൂക്കമൊക്കെ വലിയ തൂക്കം കുറെ തിരിയിട്ടിട്ട് അത് കത്തിക്കലും പന്ത കത്തിക്കലും ഇതാണ് അടുത്ത വെളിച്ചം. അങ്ങ് പോകുന്നതിന് ഭയങ്കര ഭീകരതയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇന്നിപ്പം എല്ലാ സൗകര്യങ്ങളായി, എല്ലാ ഭക്ഷണ കാര്യങ്ങളും സൗകര്യങ്ങളും അണിയറ എല്ലാം. അന്ന് അണിയറയില്ല, ഓല കെട്ടിയിട്ടില്ല. ഇതാണ് ഇപ്പൊ ഞാനെല്ലാം എഴുതാൻ കിടക്കുന്നത് ആൾക്കാർ വന്ന് ചുറ്റും നിൽക്കും. അപ്പൊ നമ്മള് മൊത്തത്തിൽ എണീച്ച് നോക്കുമ്പോൾ 4 ഭാഗത്തും ആളായിരിക്കും. ഇന്നങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. ഇപ്പൊ അണിയറ എന്നാലും ആൾക്കാർ വന്ന് പുതിയ എന്നാലും ആൾക്കാർ കാണാൻ വേണ്ടി ആവേശം. അതെ, ഒന്ന് ഈ മുടിയെടുത്ത് നടക്കുന്നത് കാണാൻ അവർക്ക് ഭയങ്കര സംഭവമാണ്. അപ്പൊ അത് ഞാൻ മുടി വെക്കാൻ തുടങ്ങിയ മുതൽ ആരും പിടിക്കാൻ പറ്റില്ല. ഒറ്റക്കെടുത്ത് നടന്നില്ല. എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ അതാടാ, ഒറ്റക്കെടുത്ത് നടന്ന ഫോട്ടോ അതാടാ. ഒരാൾ തൊടാൻ പറ്റില്ല. അപ്പം അന്ന് അവർ പ്രശ്നം വെക്കും പറഞ്ഞു അന്ന് ആരും തൊടുവൊന്നും വേണ്ട പറഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ ഈ പലേരി പെരുന്നാന്നുള്ള ജന്മാരിക്ക് ഇപ്പം എനിക്ക് കഴിയാതെ കൊണ്ട് അവരെ ജന്മാവകാശത്തിൽ തന്നെ പോയത്. ഇപ്പം അവരെ കൂട്ടത്തിലുള്ള ആളാതിപ്പോൾ കിട്ടും. മറ്റേ അതൊരു ചെറുപ്പക്കാരനാണ്. അത് ഓരോ ഉദ്യോഗസ്ഥനാണല്ലോ, മറ്റേ ഇവരെ വിദ്യാഭ്യാസ വകുപ്പിലാണ്. അപ്പോൾ ഞാൻ സൈത്ത് മാഷ് വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ നമ്പർ തന്നതിനോട് തന്നെ നീ വിളിച്ചോ. ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചു ആളെങ്ങനെയാ നമ്മളെ നമ്മളുമായിട്ട് കുറച്ച് എന്താ പറയാ കുറെ തേങ്ങളൊക്കെ കെട്ടിയിട്ട് കുറച്ച് വയസ്സുള്ള ഒരു ആളാണല്ലോ. അപ്പോൾ നമ്മളെ ഒരു ഇതിന് ചേർന്ന് നമുക്ക് പറയാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും. ഓൻ പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കണ്ട, ആള് നല്ല ജോളിയാണ്, നിന്റെ കൂടെ നിന്റെ ആ ഒരു ലെവലിൽ ഓർ വരും. എനിക്കറിയുന്നതാണ്, കുറെ കൊല്ലമായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ അതേപോലെ തന്നെ ഈടെ വന്ന് കണ്ടാൽ ഞാനവർ പേടിച്ചിട്ട് അന്ന് വിളിക്കുകയും ചെയ്ത്. വിളിച്ചാൽ തന്നെ എനിക്ക് തോന്നിയോ ഇത് കുഴപ്പമില്ല, നല്ല ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും നമ്മളുമായിട്ട് നല്ല ബന്ധമായി. പണ്ടേ പരിചയമുള്ള ഒരാളെ പോലെ. എല്ലാവരോടും അങ്ങനെയാണ്. നമ്മളെ പിന്നെ ഓരോരോ വ്യക്തികൾ ചിലപ്പോൾ നമ്മൾ പത്മശ്രീ കിട്ടിയപ്പോൾ ആള് വലിയ ഇതായിപ്പോയി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ MP ജയരാജൻ എന്ന ചാനലിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും എളിമയിലൊരു കൊലധാരിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ എല്ലാവരുടെ പെരുമാറും. നമ്മൾ കൊലധാരിനാണ്. അപ്പൊ നമ്മൾ എത്രയും നമ്മൾ എളിമയായിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ കോലം കീഴിയപ്പോൾ നമ്മൾ ഓരോരുത്തർ സ്വഭാവത്തിൽ കാണിക്കുമെങ്കിലും പക്ഷെ നമ്മള് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചടങ്ങാണല്ലോ. അപ്പൊ അതല്ലാതെ കണ്ട് നമ്മൾ ഇന്നും ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം ഇപ്പം പെരുടം വന്നു നമുക്കുണ്ടാകുന്ന അവർ തരുന്നൊരു ഒരിതുണ്ടല്ലോ, ഒരു ബഹുമതി നമുക്ക് ചിലപ്പം എല്ലാവരും പറഞ്ഞു കോളിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും നമ്മൾ ആ കിട്ടുന്ന കോൾ അതാണ്. അവര് നമ്മോട് കാണിക്കുന്ന ആ ഒരു ബഹുമതി അതാണ് നമ്മുടെ കോള്. അത് കിട്ടാതെ നമ്മുടെ കോളായി. നമുക്ക് പിന്നെ പൈസയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നത് അത് നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല. പിന്നെ ഇതിൽ നമുക്കെന്തായാലും നമ്മൾ വരുമ്പോൾ 10 പൈസ കൊടുക്കുന്നില്ല,
ഇതെല്ലാം നമുക്ക് ഈശ്വരൻ തന്നതല്ലേ. അപ്പൊ അത് നമ്മൾ എങ്ങനെ സാധിപ്പിച്ചെടുത്തു, അത് നമ്മുടെ ആ ഒരു അനുഷ്ഠാനം കൊണ്ടും നമ്മുടെ ആ ഒരു എളിമ കൊണ്ടും ഇന്നും നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എല്ലാവരും പെരുമാറുന്നത്. ഏത് കുട്ടികൾ വന്നാലും നമ്മൾ അതിന്റെ ആ രീതിയിൽ ആരോടും ജില്ലകളായാലും ശരിയാടാകും. ഇപ്പൊ നിങ്ങളെ കുട്ടിയായാലും തന്നെ കൊണ്ട് വയസ്സ് കുറഞ്ഞാലായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാലം പിടിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ വന്നവരോട് ആദ്യം ഞാൻ ബഹുമാനിക്കും, എന്റെ ബഹുമാനം സൂചിക്കാൻ വേണ്ടി അവർ കാര്യം നിങ്ങൾ നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞ അതല്ല, അത് എന്റെ ആചാരമാണ്. എന്നെ അച്ഛൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പണ്ട് കാലത്ത് പാത്രം പഠിച്ച് കഴുകിയിട്ട് ചാണകം മെഴുകണം. ഒരു ക്ഷേത്രത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിലോ ഭക്ഷണം കഴിക്കാൻ പോയാൽ ആ പാത്രം പഠിച്ച് കമിച്ചു കൊടുക്കണം. അവിടെ ചാണകം കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് തേച്ച് കൊടുത്തിട്ട് മാത്രമേ വരാൻ പറ്റൂ. ഇന്ന് കുടിക്കുന്നതിന് പിന്നെ പാത്രം മേടിച്ചിട്ട് പോകും, കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകും. അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് എത്തി. പക്ഷെ എന്നാലും നമ്മൾ ആചാരം ഇപ്പം ഒരു പിന്നെ നല്ലൊരു ക്ഷേത്രത്തിൽ വിളിപ്പിച്ചപ്പോ പിന്നെ കസേര ഞാൻ ഇരിക്കില്ല. നമ്മൾ കല്യാണത്തിൽ ക്ഷണിച്ചാൽ കസേര ഇരിക്കും, ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഞാൻ ഇരിക്കില്ല. ഞാൻ ഇന്ന് വന്നത് അടിയന്തരത്തിലാണ്. അപ്പൊ അവർക്കൊരു പായ തരുക അല്ലെങ്കിൽ ഇരിക്കാൻ പല തരുക. പണ്ട് കാലത്ത് ഓലക്കീറ്റായിരുന്നു. ആ ഓലക്കീറ്റ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ആ ഒരു ആചാരത്തിലേക്കൂടെ പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് പറഞ്ഞാൽ കസേര എന്ന് വെച്ചാൽ ഞാൻ പറയും കസേര നിങ്ങൾ കല്യാണം ക്ഷണിച്ചാൽ ഞാൻ ഒരു കസേരയിൽ വന്നിരിക്കുന്നത് ഞാൻ ഇരിക്കും. പക്ഷെ എൻ്റെ ആചാരം പണ്ടേയില്ല ആ ഒരു ഇതിൽ മാത്രമാണ്. പണ്ട് കാലത്തിലും അടുത്ത് പോകാൻ കഴിയാം. ഇന്നിപ്പോ തന്ത്രിയാണ് എൻ്റെ അടുത്തിട്ടുള്ളത്. തന്ത്രി നമ്മളെ ഇവിടുത്തെ കൊട്ടാരം തന്ത്രി മേൽശാന്തി അല്ലേ, ഗുരുവായൂർ ഇവിടുത്തെ ശബരിമല മേൽശാന്തി നമ്മൾ ഒരേ അടുത്തിരുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഭാഗ്യം രാമൻ നമ്പൂരി. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു അസുലഭ ഭാഗ്യമല്ലേ, പറയാൻ പറ്റുന്ന ഭാഗ്യം. അത് നമ്മൾ എത്ര ദൂരത്ത് കിടന്നില്ല തന്ത്രിയുടെ അടുത്ത്. ഇപ്പം മിന്നാതെ ചെറുക്കത്തമ്പുരാൻ ഒന്നിച്ചിട്ട് ഒരേ സീറ്റിലിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പം ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഇതുകൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല. മുച്ചിലോട്ട് പോതി ഇറങ്ങി ഇപ്പൊ ഇവിടെ ഞാൻ ഇതേ ക്ഷേത്രത്തിൽ വളർന്നതായിരുന്നു. ഈ ക്ഷേത്രത്തിൽ തന്നെ ഞാനിപ്പോ മുച്ചിലോട്ട് പോതി കിട്ടിയാൽ ഇവര് വരും, ആര് നാടുവാകുന്നവർ വരും. വന്നാലത്തെ ഭഗവതി വീട് എന്ത് അടിയന്തരം നടത്തുന്നെങ്കിൽ നാട് വെച്ചിട്ട് പോകണം. അവിടെ പോയി പീഠം മുഴക്കം പിടിക്കണം. ആ പീഠം മുമ്പിൽ വെച്ച് പീഠത്തിനെ പറ്റിയിട്ട് വർണ്ണന കഴിഞ്ഞിട്ട് 35 കൊടുത്തിട്ടില്ല, പീഠത്തിൽ ഒന്ന് എനക്കും തന്നുമല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ മാത്രമേ ഇരുന്നുള്ളൂ. ഇപ്പം എന്റെ തന്ത്രി തയ്യാളെടുത്താണ് ഞാൻ ഇരിക്കുന്നത്, അവിടുത്തെ ചെറുക്കത്തമ്പുരാനെടുത്താണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അതൊരു ഭാഗ്യല്ലേ. നമുക്കിപ്പോ നാളെ പോയി അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ആ ഒരു വേദിയിൽ ഇരിക്കാനൊരു ഭാഗ്യം അത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുമതിയാണ്. ആ ബഹുമതിയാണ് നമുക്ക് എവിടെ പോയാലും മുമ്പിലൊരു കസേര നമുക്കാണ്. പക്ഷെ എന്ത് ബഹുമതി കിട്ടിയാലും ആ പണ്ടത്തെ ആ ഒരു ചെറുപ്പവും എന്താ പറയാ നമ്മളെ ആൾക്കാരെ ബഹുമാനിക്കാനുള്ള മനസ്സും മാറാണ്ട് ഇന്നും കൈമുതലായി കൊണ്ടുപോകുന്നതിന് വളരെയധികം നന്ദി കേട്ടാ. സന്തോഷം. നമുക്കും ആ ഒരു ഇത് കിട്ടാൻ സാധിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണാൻ സാധിച്ചതും ഇവിടെ വന്ന് പിന്നെ ഇത് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതും വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. നമുക്ക് ഇതിന് അവസരം തന്നതിന് ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അവസരം തന്നെന്ന് വെച്ചാൽ അതെല്ലാം നമ്മളൊരു ഭാഗ്യമല്ലേ. നിങ്ങളിപ്പോഴത്തെ ആൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും സമയം ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ഇത്രയും വയസ്സ് വരെ നമ്മളിവിടെ ജനിച്ച ആളാണ്, ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഇപ്പോൾ പത്മശ്രീയെ കിട്ടുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ മഹത്വം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകും. നമ്മളിപ്പോഴത്തെ ആൾ വന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലുണ്ടായില്ല അനുഭവങ്ങളും നമ്മുടെ അതിലെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളോട് പറയാൻ. പക്ഷെ നമുക്കത് നമ്മൾ ആരോടും ഇങ്ങനെ പറയാനുള്ള അവസരം നമുക്ക് കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നമ്മുടെ ആ ജീവചരിത്രം മുഴുവൻ നിങ്ങളോട് പറയാൻ കിട്ടിയ ഒരു അവസരം, അത് വളരെ സന്തോഷമുണ്ട്. ഇനിയും അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാൻ നിങ്ങളും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത്രയും വലിയ സന്തോഷം. അതുപോലെ തന്നെ അത് കേൾക്കാൻ സാധിച്ചത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അങ്ങക്ക് ഈ ഒരു അവാർഡ് കിട്ടി, അതിനും വലിയ അവാർഡുകൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കിട്ടാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. ആവട്ടെ, നമ്മൾ അവര് ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ. ഇതെല്ലാം ഈടെത്തിയല്ലോ, എന്തായാലും ഈടെത്തിയില്ല, അതൊരു ഭാഗ്യല്ലേ. ഇനിയിപ്പം നമ്മളെ ആയുസ് ഈശ്വരൻ തന്നതാണ് അല്ലേ. അപ്പൊ ആ ആയുസ് നമുക്ക് എന്നും ഈശ്വരൻ തരുവാണെങ്കിൽ നമുക്കിനിയും മുമ്പോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിന്റെ ആ ഒരു ഗുണം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ USA പോയിട്ട് തെയ്യം കെട്ടാനുള്ള ഭാഗ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന് ദൈവം അതും സാധിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കില്ലാന്ന്, ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് സമയമായി ഇദ്ദേഹത്തിനും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനൊക്കെ സാധിച്ചത് നിങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മളെ ഇദ്ദേഹത്തെ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമ്മളെ സൈത്ത് മാഷിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മാഷ്
ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് എനിക്ക് സാധിച്ചത്. അപ്പോൾ നമ്മളെ വീഡിയോയുടെ അവസാനിക്കുമെന്ന്. എല്ലാവർക്കും ബായ്. അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം നിജി. ഓക്കെ.